C4 ക്രാഫ്റ്റ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തട്ടുകടയുടെ അതേ രുചിയിലുള്ള പക്കവട വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പക്കവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കടലമാവ് ഇല്ല എങ്കിൽ വെറും ഗോതമ്പ് പൊടി കൊണ്ടും സെയിം റെസിപ്പി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായി ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ തിക്ക് ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് നമ്മൾ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പൊടിയായി അരിഞ്ഞെടുത്ത 2 പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞെടുത്തത് 1 ടീസ്പൂൺ, 1 തണ്ട് കറിവേപ്പില പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഈ മിക്സ് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. നമ്മളിങ്ങനെ പക്കവട ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ പക്കവടയായിട്ട് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല മൊരിഞ്ഞ പക്കവട കിട്ടുന്നത്. ഇങ്ങനെ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഫ്ലെയിം ഹൈ ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പക്കവടയൊക്കെ നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് ഉള്ളി കട്ട് ചെയ്യുന്ന സമയം മാത്രം മതിയായിരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ഇപ്പം നമ്മുടെ പക്കവട നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പം നമ്മുടെ ക്രിസ്പിയായ പക്കവട റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.